അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും മറ്റ് ഷെൽട്ടറിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സഹോദരിമാരെ, മറ്റു കുട്ടികളെ, ഒരിക്കൽ കൂടി ഈ ഷെൽട്ടറിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സാധാരണ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും മനസ്സിന് വളരെയധികം സന്തോഷം തരുന്നതുമായ ഒരു ഒത്തുകൂടലാണ് എപ്പോഴും ഷെൽട്ടറുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴും ഉണ്ടാകാറുള്ളത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, ഒരു 1.5 മാസം മുമ്പ്, 2 മാസം ഏകദേശം മുമ്പാണ് അന്ന് ഒരു വളരെ ദീർഘമായ ഒരു ക്ലാസ് എടുത്തത്. അന്ന് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചായിരുന്നു ക്ലാസ് എടുത്തത്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതിനുള്ള കാരണവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ഇന്ന് മനുഷ്യർ ഫേസ് ചെയ്യുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. പണ്ട് നമുക്ക് വേറെ പല രോഗങ്ങളുണ്ടായിരുന്നെങ്കിലും ഇന്ന് ജീവിതശൈലി രോഗങ്ങളാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ അന്നൊരു ക്യാമ്പ് നടത്തി. നമ്മളിൽ ഇവിടെ പങ്കെടുക്കുന്ന ആളുകളിൽ ആർക്കൊക്കെ ജീവിതശൈലി രോഗങ്ങളുണ്ട് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക. അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ജന്മനാലുള്ള ഹൃദ്രോഗ വൈകല്യങ്ങളുണ്ടോ എന്നുള്ള ഇതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പീഡിയാട്രിക് ക്യാമ്പ് നടത്തുകയുണ്ടായി. പീഡിയാട്രിക് എക്കോ മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയതിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം ചില സംശയങ്ങളുണ്ടായിരുന്നു. അവരെ നമ്മൾ മെയിൻ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അവിടെ നിന്ന് നോക്കി. അൽഹംദുലില്ലാ ആർക്കും തന്നെ മേജറായിട്ടുള്ള ഹൃദ്രോഗ വൈകല്യങ്ങളൊന്നുമില്ല എന്ന് അറിയുവാൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ത്രീകളിൽ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ജസ്റ്റ് കുറച്ച് വാക്കുകൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമതായി പറയുന്നത് നമ്മൾ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, അതേപോലെ ഒബിസിറ്റി എന്ന് വെച്ചാൽ അമിതഭാരം, പിന്നെ നമുക്ക് മാനസിക സംഘർഷം, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയും. അപ്പോൾ തൈറോയിഡ് ആക്ച്വലി ഉണ്ടെങ്കിലും അതൊരു ജീവിതശൈലി രോഗം പ്യൂറായിട്ട് പറയാൻ വയ്യ. പക്ഷെ നമ്മൾ തൈറോയിഡും നോക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് വെച്ചാൽ മെജോറിറ്റി, ഇതിലിപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്തതിൽ ഏറ്റവും അധികമായി കണ്ടതെന്ന് വെച്ചാൽ ഒബീസിറ്റി ആയിരുന്നു, അമിതഭാരമാണ്. ആക്ച്വലി ഏകദേശം 50% അടുത്തോളം ആളുകൾക്ക് നമുക്ക് ആവശ്യമില്ലതിനേക്കാളും ഭാരമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഭാരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 60-65 ഉള്ളുവല്ലോ എന്ന് തോന്നിയാലും ഈ ഭാരം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഹൈറ്റിനനുസരിച്ചാണ്. അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് നമ്മുടെ കുറേ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ നല്ലൊരു ഹൈറ്റുള്ള ആൾ, ഇപ്പം ഞാനൊരു 6 അടി ഹൈറ്റുള്ള ആളാണ്. ഇപ്പോൾ എനിക്കൊരു 83 kg വരെ ആയാലും ഞാൻ ഓവർ വെയിറ്റ് ആവുന്നില്ല. നേരെ മറിച്ച് ഒരു 5 അടിയുള്ള ഒരാൾ ഒരു 70 കിലോ എന്നാൽ തന്നെ അയാൾ ഓവർ വെയിറ്റ് ആയി. അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഹൈറ്റിനനുസരിച്ചാണ് വെയിറ്റ് പറയുക. അപ്പോൾ പലരും ചിലപ്പോൾ 60 കിലോ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മളൊരു അധിക വെയിറ്റ് പറയാറില്ലല്ലോ. പക്ഷേ ചിലരുടെ ഹൈറ്റിന് 60 കിലോ ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ ഹൈറ്റ് എത്രയാണോ അതിനുള്ള വെയിറ്റാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയും. പിന്നെ അന്നത്തെ ആ ക്യാമ്പിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മളെ BMI ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ BMI എപ്പോഴും 25-ന്റെ ഉള്ളിലാണ് നോർമൽ. 25 മുതൽ 30 വരെ പോയി കഴിഞ്ഞാൽ നമ്മളതിനെ ഓവർ വെയിറ്റ് എന്ന് പറയും. 30-ന്റെ മുകളിൽ പോയ ഒബീസിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഈ പഠനത്തിൽ മനസ്സിലായത്, അന്നത്തെ ഈ ക്യാമ്പിൽ കൂടി നമുക്ക് മനസ്സിലായത്, ഏകദേശം 50% ആളുകൾക്കും വെയിറ്റ് ഹയർ സൈഡിലേക്കാണ് ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ മറ്റ് പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ, ഇതിനൊക്കെ ശരിക്കും ഈ വെയിറ്റുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ നമ്മളുടെ വെയിറ്റ് നമ്മൾ ഐഡിയലായിട്ട് വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇത് മൂന്നും വരാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ഒന്നായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത് കണ്ടിട്ടുള്ളത് പിന്നെ തൈറോയിഡ് ആയിരുന്നു. പക്ഷേ തൈറോയിഡ് നമ്മൾ പ്യൂർലി ഇത് പറയുന്നില്ലെങ്കിലും തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡിസം വളരെയധികം കോമൺ ആണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. അറിയാമല്ലോ, തൈറോയിഡിൻ്റെ രോഗം ആണുങ്ങളെക്കാളും പുരുഷന്മാരെക്കാളും സ്ത്രീകളിൽ 8 മടങ്ങ് അധികമാണെന്നാണ് കണക്കുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ തൈറോയിഡിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ്. പണ്ടത്തെ കല്ലുപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അയഡൈസ് സാൾട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ. പക്ഷേ അതൊക്കെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ടിൽ അധികവും അയഡൈസ് തന്നെയാണ്. പക്ഷേ എങ്കിലും തൈറോയിഡ് കണ്ടുവരുന്നുണ്ട്. ഈ തൈറോയിഡ് ഉള്ളവരും ഈ പറഞ്ഞ പോലെ അവർക്ക് പിന്നീട് കൊളസ്ട്രോള്, അതേപോലെ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തൈറോയിഡ് ഉള്ളവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരുടെ തൈറോയിഡ് ടെസ്റ്റ്, TSH എന്ന ബ്ലഡ് ടെസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 3 മാസത്തിൽ,
അതല്ലെങ്കിൽ 6 മാസത്തിലെങ്കിലും ഒരിക്കൽ നോക്കണമെന്നാണ്. ഇപ്പം നമുക്ക് തൈറോയിഡ് ഉണ്ട്, എനിക്ക് 100 മില്ലിഗ്രാം അല്ലെങ്കിൽ 100 മൈക്രോഗ്രാം കഴിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ 50 മൈക്രോഗ്രാം കഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിതകാലം മുഴുവനും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാതെ, തൈറോയിഡ് കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. TSH എന്ന് പറയുന്നത് അത്ര അധികം ചിലവില്ലാത്തൊരു ടെസ്റ്റാണ്. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന തൈറോയിഡിൻ്റെ മരുന്ന് മതിയാവുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ TSH വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ തൈറോയിഡിൻ്റെ മരുന്നും കൂട്ടി കഴിക്കണം എന്നുള്ളതാണ്. നമ്മുടെ TSH കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയിഡിൻ്റെ മരുന്ന് കുറയ്ക്കാമെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തൈറോയിഡിൻ്റെ ഇപ്പം നമ്മുടെ ശരീരത്തിൽ പടച്ചോൻ നമ്മുടെ ശരീരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ആവശ്യമായ തൈറോയിഡ് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. നമ്മൾ അറിയുന്നില്ല, അത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നില്ല. അതെല്ലാം നമ്മുടെ ബ്ലഡിൽ പടച്ചോൻ്റെ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ വൈഭവത്തിൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് താറാറ് വരുമ്പോൾ പിന്നെ നമ്മൾ അതിനെ ഇതേപോലെ മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ 100, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് തൈറോയിഡ് കണ്ടുപിടിച്ച സമയത്ത് നമ്മുടെ തൈറോയിഡിൻ്റെ ഹോർമോൺ വളരെ കുറവാണെങ്കിൽ ചിലപ്പോൾ 100 മൈക്രോഗ്രാമോ 150 മൈക്രോഗ്രാം ആയിരിക്കാം ചിലപ്പോൾ ഡോക്ടർ തന്നിട്ടുണ്ടാവുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഈ 150 തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ തൈറോയിഡിൻ്റെ മരുന്ന് അധികം കഴിച്ചിട്ടുള്ള രോഗങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പലർക്കും നമ്മൾ ഈ അമിതഭാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തതിൽ കണ്ടിട്ടുള്ളത് ഒന്ന് തൈറോയിഡാണ്. അപ്പോൾ തൈറോയിഡ് ഉള്ളവർ ചെയ്യേണ്ട ഒരൊറ്റ ഉപദേശം എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അയോഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പ് കഴിക്കണം, പിന്നെ ഉപയോഗിക്കണം. പിന്നെ രണ്ടാമത്തത് നിങ്ങളുടെ TSH എന്ന് പറയുന്ന ആ ബ്ലഡ് ടെസ്റ്റ് 3 മാസത്തിൽ പറ്റുകയാണെങ്കിൽ 3 മാസത്തിൽ, ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 6 മാസത്തിലെങ്കിലും ഒരിക്കൽ നോക്കണം. എന്നിട്ട് നോക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. TSH സാധാരണ ഒരു 5ന്റെ മുകളിലേക്കാണ് നമ്മുടെ ആ വാല്യൂ. അതിൽ തന്നെ നമുക്ക് ലാബിൽ തന്നെ കാണാൻ പറ്റും നോർമൽ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പം നോർമലിനേക്കാളും TSH കൂടുതലാണെങ്കിൽ നമ്മൾ 50 കഴിക്കുന്ന ആളാണെങ്കിൽ 75 കഴിഞ്ഞ് നോക്കുക. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുകയാണെങ്കിൽ എന്നിട്ടും കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ 100ലേക്ക് വാക്കുക. പിന്നീട് നമ്മൾ 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് കുറവാണെങ്കിൽ നമുക്ക് മരുന്നും കുറയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇൻസുലിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ, ഇപ്പോൾ ഷുഗർ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ കൂട്ടി ഉപയോഗിക്കും എന്നതുപോലെ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അത് തീരെ നോക്കാതെ നമ്മൾ വിടാൻ പാടില്ല. കാരണം നോക്കാതെ വിട്ട് കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടിയാലും നമുക്ക് പ്രശ്നമാണ്, തൈറോയിഡിൻ്റെ ഹോർമോൺ കുറഞ്ഞാലും പ്രശ്നമാണ്. അതാണ് തൈറോയിഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ തൈറോയിഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അന്ന് കണ്ടത് പ്രമേഹ രോഗമാണ്. ഏകദേശം 10%-ലധികം ആളുകൾക്ക് നമ്മൾക്ക് പ്രമേഹ രോഗം കാണാൻ കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്നത്തെ നമുക്ക് ചെക്കപ്പിൽ ഉണ്ടായ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പ്രമേഹം ഉണ്ട് എന്ന് അറിയാത്ത കുറേ, പ്രമേഹം ഉണ്ട് എന്ന് അറിയുന്ന കുറേ ആളുകളുണ്ട് ഇതിൽ. പക്ഷെ അതേസമയത്ത് പ്രമേഹം ഉണ്ട് എന്ന് അറിയാത്ത ആളുകൾക്ക് ഫസ്റ്റ് ടൈം പ്രമേഹം നമ്മൾ ഡിറ്റക്ട് ചെയ്തു. അവരെ നമ്മൾ വാൺ ചെയ്തിട്ടുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രമേഹ രോഗം കണ്ട ഉടനെ തന്നെ നമ്മൾ അതിന് മരുന്ന് കഴിക്കണം എന്നില്ല. അത് നമ്മൾ ഷുഗർ നിയന്ത്രിച്ചാൽ മതി. അതിൻ്റെ ജീവിതശൈലി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മധുരമുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ഹൈ ഷുഗർ കണ്ടന്റുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് അന്നത്തിൻ്റെ ഭക്ഷണങ്ങളായ ചോറ്, ചപ്പാത്തി, പത്തിരി എന്ന സാധനങ്ങളൊക്കെ അളവ് കുറച്ച് കഴിക്കുക, പിന്നെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന വ്യായാമങ്ങൾ കൂട്ടുക എന്നീ കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി തുടക്കത്തിലുള്ള പ്രമേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് നേരത്തെ തന്നെ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. ഞാൻ എപ്പോഴും പ്രമേഹ രോഗികളോടും അതേപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം രോഗം കണ്ടുപിടിക്കുക, മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല. രോഗം നേരത്തെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലാതെ ആക്കുക, അതല്ലെങ്കിൽ അതിനെ തള്ളി നീക്കുക എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 40ാമത്തെ വയസ്സിലാണ് നമുക്ക് പ്രമേഹം വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കി സ്ട്രിക്റ്റാക്കി ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിതശൈലി നിയന്ത്രണങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് ഉടനെ തുടങ്ങാതെ 50ാമത്തെ വയസ്സിൽ തുടങ്ങിയാൽ മതിയാവും. മനസ്സിലായില്ല? ഈ 50ാമത്തെ വയസ്സിൽ ചിലപ്പോൾ കുറഞ്ഞ ഡോസിൽ നമുക്ക് തുടങ്ങി ചിലപ്പോൾ അത് 60ാമത്തെ വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൂടിയാണല്ലോ വരിക. 60ാമത്തെ വയസ്സിലാവുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മരുന്ന് വേണ്ടി വരിക. പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ 70 കഴിയുമ്പോൾ പിന്നെ എന്തായാലും ഈ ലോകത്തുനിന്ന് നമ്മൾ പോകേണ്ട ഒരു ആവറേജ് ലൈഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. നേരെ മറിച്ച് നമ്മൾ അതിനെ അശ്രദ്ധയോടുകൂടി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് 30 വയസ്സിൽ പ്രമേഹം വന്നു, 40 വയസ്സിൽ കണ്ണിന് കാഴ്ച പോയി, 45ാമത്തെ വയസ്സിൽ കിഡ്നിക്ക് പ്രശ്നം വന്നു, കാലിൽ തരിപ്പ് വന്നു. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ള ഒരു ദുരിതപരമായ ഒരു ജീവിതം നമ്മുടെ ഒരു മിഡിൽ ഏജിൽ തന്നെ എത്തുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. ഇപ്പോൾ പ്രായമാവുമ്പോൾ, വാർദ്ധക്യമാവുമ്പോൾ രോഗം വരും. അത് എന്നുള്ളത് അതൊരു നാച്ചുറൽ ഇതാണല്ലോ, പ്രകൃതിയുടെ നിയമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രമേഹം നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഡിറ്റക്ട് ചെയ്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരില്ല. നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം.
പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷനാണ്. BP കൂടുതലുള്ള കുറച്ച് പേരുണ്ട്. അത് പ്രമേഹത്തിൻ്റെ അത്രയില്ല, ഏകദേശം ഒരു 5-8% പോലെ ആളുകളിൽ നമ്മൾ പ്രമേഹം ഹൈ ബ്ലഡ് പ്രഷർ കണ്ടു. ഈ ബ്ലഡ് പ്രഷറിനും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനൊക്കെയുള്ള ഈ ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിതഭാരം ഇതിനൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമിതഭാരമുള്ളവർക്ക് പ്രമേഹം ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, അമിതഭാരമുള്ളവർക്ക് പ്രഷർ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, അമിതഭാരമുള്ളവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഷറുള്ള ആളുകളും അവരുടെ വെയിറ്റ്, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നോക്കേണ്ടത് നമ്മുടെ വെയിറ്റ് എങ്ങനെയുണ്ട്, നമ്മുടെ പ്രഷർ, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്രഷറുള്ള ആളുകൾ ഇപ്പോൾ ഓൾറെഡി മരുന്ന് കഴിക്കുന്നവരോട് നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കുക, അവർക്കൊരു ഉപദേശം കൊടുക്കുക എന്നുള്ള. എല്ലാവർക്കും നമുക്ക് പൂർണ്ണമായി ചികിത്സ ചിലപ്പം തുടരാൻ പറ്റുകയില്ല. മാത്രമല്ല ഇതൊക്കെ നമ്മൾ അടുത്ത സ്ഥലത്ത് നിന്ന് പീരിയോഡിക്കലി നോക്കേണ്ട കാര്യമായതുകൊണ്ട് അവർക്ക് ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം പ്രഷറിൻ്റെ ആളുകളൊക്കെ എവിടുന്നാണോ മരുന്ന് കഴിക്കുന്നത് അവിടെ നിന്ന് തന്നെ തുടരുക. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആലോചിക്കുക, ഈ പ്രഷറിന് ഇപ്പോൾ ഒരു ഗുളികയാണ് കഴിക്കുന്നത്, കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ പ്രഷർ ഒന്നും കൂടി കൂടിക്കഴിഞ്ഞാൽ 2 ഗുളിക കഴിക്കേണ്ടി വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാം. പ്രഷർ കുറയ്ക്കാൻ പറ്റുന്നത്, ഒന്ന് നമ്മുടെ വെയിറ്റ് കുറച്ചാൽ, പിന്നെ രണ്ടാമത് നമ്മൾ ശാരീരികമായിട്ടുള്ള ഓരോ എക്സസൈസുകൾ, ഇപ്പം നടത്തമോ അതല്ലെങ്കിൽ വീട്ടിലെ ജോലികളും മറ്റ് നമ്മുടെ ശരീരം ഇളകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ കുറയും. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നതിന് ഇപ്പോൾ 10 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ പ്രഷർ കുറയുമെന്നാണ് ഞങ്ങൾ പറയുക. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ ഉപ്പിൻ്റെ അളവ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്ക് എന്നാണ് പറയുക. അപ്പോൾ റിലാക്സേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ 5 നേരം നമസ്കരിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലിയ റിലാക്സേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ മറ്റ് റിലാക്സേഷൻ ടെക്നിക്കൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ യോഗ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ദിവസം 1 നേരം മാത്രമല്ലേ ചെയ്യുള്ളൂ. അതൊക്കെ റിലാക്സേഷൻ ടെക്നിക്കാണ്. നമ്മുടെ മനസ്സിന് സമാധാനം കൊണ്ടുവരും. മനസ്സിന് സ്ട്രെസ്സ് കുറയുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറയും. ടെൻഷൻ കുറയുമ്പോൾ നമ്മുടെ BP കുറയും. അത് വളരെ നല്ലതാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ 5 നേരം നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ റിലാക്സേഷൻ ടെക്നിക്ക് വേറൊന്നും എനിക്ക് അഡ്വൈസ് ചെയ്യാനില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മനസ്സിന് ഒരു സമാധാനം വരികയും അതേപോലെ തന്നെ നമ്മുടെ പ്രഷറിൻ്റെ അളവ് കുറയുകയും ചെയ്യും. പിന്നെ മറ്റൊന്ന്, കൊളസ്ട്രോൾ കുറച്ചാൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ അതേപോലെ തൈറോയിഡും ഹീമോഗ്ലോബിനും നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഭാഗ്യത്തിന് നമ്മൾ ചെയ്തതിൽ അധികം ആളുകൾക്കും കൊളസ്ട്രോൾ അധികം കാണുന്നില്ല. അത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിതിനെ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആക്ച്വലി ഈ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് റൂട്ട് കോസ് ആയിട്ടുള്ള വെയിറ്റ് കൂടിയിട്ടാണ് ഇതൊക്കെ വരുന്നതുണ്ടല്ലോ. അതിൽ നമ്മൾക്ക് അധികം ആളുകൾക്കും ഉണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ എല്ലാവരും നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് തടി തോന്നിക്കൊള്ളണം എന്നില്ലെങ്കിലും നമ്മുടെ ഹൈറ്റിന് നമ്മൾ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കണം. അത് ഓരോരുത്തരുടേതും അന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ട്, ഒരു കറക്റ്റായിട്ടുള്ള വെയിറ്റ് എത്രയാണെന്നുള്ളത് ഒരു റേഞ്ചാണത്. ആക്ച്വലി ഇത്രേൻ്റെയും ഇടയിൽ നിന്നുള്ള മാതിരി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കണം. ഇനി വെയിറ്റ് എങ്ങനെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും പറയും, നമ്മളിപ്പോൾ ഈ വെയിറ്റ് ഭയങ്കരമുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഡോക്ടർ ഞാൻ അങ്ങനെ അധികം കഴിക്കലൊന്നുമില്ല. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പകാലത്ത് നല്ല, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില പേഷ്യൻസ് പറയും, ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരു 5-8 ചപ്പാത്തിയൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പോൾ ഇവിടെ 3 ചപ്പാത്തിയേ കഴിക്കുന്നുള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ 8 ചപ്പാത്തി കഴിക്കുന്ന കാലത്ത് നല്ല ഓടിച്ചാടി കളിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ 8 ചപ്പാത്തിയും നമ്മൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യുമായിരുന്നു, അതിൻ്റെ ആ ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം 3 ചപ്പാത്തി നമ്മൾ കഴിച്ചിട്ട് വെറുതെ റൂമിലിരുന്നിട്ട് നമ്മൾ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുന്ന പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആവുമ്പോൾ എന്താവും, അയാൾക്ക് 3 ചപ്പാത്തിൻ്റെ കാലറി ആവശ്യമില്ല, അയാൾക്ക് ഒരു 1.5 ചപ്പാത്തിൻ്റെ കാലറി ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള കലറിയിൽ അധികം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് സാധാരണ എല്ലാവരും പറയുന്നത് എക്സസൈസാണ്. ശരിയാണ്, എക്സസൈസ് കുറയ്ക്കും. പക്ഷേ എക്സസൈസിനേക്കാളും മുഖ്യമാണ് നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രിക്കുക എന്നുള്ളത്. കാരണം ഈ വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുന്ന എനർജി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ അന്നമാണല്ലോ നമുക്ക് ഊർജം നൽകുന്നത്. ഇപ്പം അന്നം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഭക്ഷണത്തിൽ ചോറ്, ചപ്പാത്തി, പത്തിരി, ഇതേപോലത്തെ ഗോതമ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അന്നത്തിൻ്റെ പദാർത്ഥങ്ങൾ. ഈ അന്നം നമ്മൾ ശരീരത്തിലേക്ക് ഇത്ര കാലറിയുടെ അന്നം നമ്മൾ കഴിച്ചാൽ അതിൽ നമ്മൾ എത്ര ഉപയോഗിച്ചു, ഇപ്പോൾ ഒരാൾക്ക് ഏകദേശം ഒരു 2000-2400 കാലറിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3000 അല്ലെങ്കിൽ 4000 കാലറിൻ്റെ അന്നം നമ്മുടെ ശരീരത്തിലേക്ക് പോയാൽ ബാക്കി 1500 കലോറി നമ്മുടെ ശരീരം ആലോചിച്ച് ബുദ്ധിമുട്ടിയിട്ട് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വെയിറ്റായിട്ട് മാറുന്നത്. ഇപ്പം നമുക്ക് വയറ് ചാടുന്നത് അല്ലെങ്കിൽ തടി കൂടുന്നത്, കൊഴുപ്പായി മാറുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം നമ്മൾ എടുക്കുന്ന ഭക്ഷണം
പല സ്ഥലങ്ങളിലും ശരീരം അത് സേഫാക്കി വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കൊയ്ത്തിൻ്റെ കാലത്ത് നമുക്ക് കുറേ നെല്ല് വന്നാൽ നമ്മൾ കുറേ നെല്ല് പത്തായത്തിൽ എടുത്ത് വെക്കുന്ന പോലെ അതെന്തിനാണ് കൊയ്ത്തില്ലാത്ത കാലത്ത് നമുക്ക് ആ നെല്ല് കുത്തിയിട്ട് വേണം ചോറ് വെക്കാനെന്നുള്ളത് പോലെ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരം ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ കാലറി, ഒരു കുറേ വയറിൽ കിടക്കട്ടെ, കുറേ ലിവറിൽ ഫാറ്റി ലിവറായിട്ട് കിടക്കട്ടെ, കുറേ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അതിനെ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സ്റ്റോക്ക് നമ്മൾ എടുക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല. നമ്മൾ പിന്നെയും കലറി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ വെയിറ്റ് അധികം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്, ഇപ്പം ഞാൻ നേരത്തെ ഒരു ചപ്പാത്തിയുടെ കഥ പറഞ്ഞല്ലോ, ഈ നമ്മൾ 3 ചപ്പാത്തി കഴിക്കുന്നതിന് മുമ്പ് 1.5 ചപ്പാത്തി നമുക്ക് മതി എന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, അത് നമ്മൾ 1 ചപ്പാത്തിയിലേക്ക് ആക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ ആലോചിക്കും, എന്താണ് എനിക്ക് കാലറി കിട്ടുന്നില്ലല്ലോ, എനിക്ക് ഊർജ്ജത്തിനുള്ളത് ഇവർ ഭക്ഷണം കഴിച്ച് തരുന്നില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ശരി ഇതൊരു ദാരിദ്ര്യ കാലമായിരിക്കും, ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ പത്തായത്തിൽ സ്റ്റോക്ക് ചെയ്ത് അല്ലെങ്കിൽ വയറിൽ സ്റ്റോക്ക് ചെയ്ത കുറേ കൊഴുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ അതിന് എനർജിയാക്കി ഉപയോഗിച്ചോളാം എന്ന് ശരീരം ചെയ്യും. അങ്ങനെയാണ് തടി കുറയ്ക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ ഓടി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് തടി കുറയ്ക്കുന്നതിനേക്കാളും നമുക്ക് 4 മടങ്ങ് തടി കുറയ്ക്കാൻ പറ്റും നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കുറച്ചാൽ, അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചാൽ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തോത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആളുകൾക്കൊരു തോന്നലുണ്ട് നമ്മൾ തടി കൂടുന്നത് ഈ ഇറച്ചിയും മീനും കുറേ കഴിച്ചിട്ടാണ്. ആക്ച്വലി അതല്ല. ഈ ഇറച്ചിയും മീനിലും ഉള്ളത് ആക്ച്വലി പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മസിൽ ബിൽഡിങ്ങിന് ആവശ്യമുള്ളതാണ്. കുറച്ച് കൊഴുപ്പ് അത് ഏത് അനുസരിച്ച്. മത്സ്യത്തിൽ ആക്ച്വലി ദോഷങ്ങളൊന്നുമില്ല, അതിൽ ഫുൾ പ്രോട്ടീനും വേറെ കുറേ നല്ല ഗുണങ്ങളാണുള്ളത്. ഇറച്ചിയിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന മട്ടൺ ബീഫ് പോലത്തെ ഇറച്ചിയിലാണ് ഈ കൊഴുപ്പൊക്കെ കൂടുതൽ. പക്ഷേ ഈ ഇറച്ചിയിൽ നമ്മൾ തടി കൂടുന്ന സാധനങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തടി കൂടുന്നത് മുഴുവനും നമ്മൾ അധികമായി കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, പത്തിരി എന്ന് പറഞ്ഞ അന്നങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ അന്നത്തിൻ്റെ ആഹാരത്തിൻ്റെ അളവ് കുറച്ച് കഴിയുകയും പിന്നീട് നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് എപ്പോഴും നമുക്കൊരു ഐഡിയൽ വെയിറ്റിലേക്ക് മാക്സിമം ട്രൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ വെയിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതിനൊക്കെ നമുക്ക് ഒരളവ് വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മളൊരു ക്യാമ്പ് നടത്തിയത് ഇത്തരം ഇത് കണ്ടുപിടിക്കാനും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വെയിറ്റിൻ്റെ അളവ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഷുഗർ തുടങ്ങുന്നുണ്ട്, ഇപ്പം ഞാൻ വെയിറ്റും കൂടി ഷുഗറും തുടങ്ങുന്നുണ്ട്, പ്രഷറും കുറച്ചധികം കാണുന്നുണ്ട്, ഓൾറെഡി കുറച്ച് തൈറോയിഡ് ഉണ്ട് എന്നൊക്കെ സിറ്റുവേഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ വെയിറ്റ് കുറച്ച് നമ്മൾ എക്സസൈസ് കുറച്ച് കൂട്ടി ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഒരു ഹെൽത്തി, ഒരു ആരോഗ്യപരമായ ഭക്ഷണങ്ങളിലേക്ക് മാറി നമുക്ക് ഈ രോഗങ്ങൾ നാളെ ഈ രോഗങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്, ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക്, അതല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ കിഡ്നി പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ വരാതെ നോക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട്, ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ തൈറോയിഡിൻ്റെ ഇപ്പോൾ അവിടെ അൻസാറി ചോദിക്കുകയായിരുന്നു, ഈ തൈറോയിഡ് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നറിയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും തൈറോയിഡ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ TSH മോണിറ്റർ ചെയ്യണം തീർച്ചയായിട്ടും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇടക്കിടക്ക് തൈറോയിഡ് പോയി ചെക്ക് ചെയ്യാൻ ചിലപ്പം സൗകര്യമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുരുഷന്മാരെക്കാളും 8 മടങ്ങ് അധികമാണ് സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ രോഗങ്ങൾ. ഈ തൈറോയിഡിൻ്റെ രോഗം 2 എണ്ണമുണ്ട്. ഒന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺ കുറഞ്ഞത്, പിന്നൊന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടിയത്. ഈ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ പല ആളുകളും തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, ഇവരൊക്കെ അതിൽ 90% ആൾക്കാരും തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ പ്രമേഹ രോഗന്മാർ, ഇപ്പോൾ പ്രമേഹം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് കുറയുന്നത് കൊണ്ടാണ് പ്രമേഹ രോഗം ഉണ്ടാകുന്നത്. അവർക്കാണ് ഗുളികയോ അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനായി കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാത്തത് കൊണ്ട് നമ്മൾ ഇഞ്ചക്ഷനായി പുറത്തുനിന്ന് കൊടുക്കുന്നു എന്നതുപോലെ ഈ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാത്തത് കൊണ്ട് നമ്മൾ തൈറോയിഡ് ഹോർമോണിനെ ഗുളികയായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു വിഭാഗമുണ്ട്, ചെറിയൊരു വിഭാഗം, അവരുടെ തൈറോയിഡ് ഹോർമോൺ കൂടിയിട്ടുള്ള രോഗം. അത് ഞാൻ ആദ്യം പറയാം. അവർക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, അവർക്ക് ആക്ച്വലി ബോഡി വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഒരു മെലിച്ചിൽ രോഗം എന്ന് പറയും. അതേപോലെ തന്നെ നല്ല വിശപ്പായിരിക്കും, നന്നായിട്ട് കഴിക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നും കാണുന്നില്ല എന്ന് പറയുമല്ലോ. അതാണ് ഈ തൈറോയിഡ് കൂടിയാലുണ്ടാകുന്ന, തൈറോയിഡ് ഹോർമോൺ കൂടിയാലുണ്ടാകുന്ന ലക്ഷണത്തിൽ ഏറ്റവും മുഖ്യം. രണ്ടാമത്തത്, അവർക്ക് നെഞ്ഞിടിപ്പ് ഇങ്ങനെ പടപടപടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മളൊരു ഓടിക്കതച്ച് വന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും.
അതേപോലെ ഒരു ഉറക്കം നഷ്ടപ്പെടുക, ഉറക്കത്തിൽ പെട്ടെന്ന് നെട്ടി ഉണരുക, ഒരു പേടി വരുന്ന പോലെ രീതിയിൽ വരിക. അതിൻ്റെ കൂടെ നമ്മുടെ പൾസ് റേറ്റ് എപ്പോഴും 100ന്റെ മുകളിലായിരിക്കും. നമ്മുടെ പൾസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ഹാർട്ട് ഇടിക്കുന്നത്. നല്ല ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും. ഒരു 5% മുതൽ 10% വരെ, ഏകദേശം ഒരു 5-8 കിലോ വരെ ചില ആളുകൾക്ക് വെയിറ്റ് ലോസ് വരാറുണ്ട്. പിന്നെ അതേപോലെ കണ്ണൊക്കെ, അത് നമ്മൾ തീരെ ശ്രദ്ധിക്കാതായാലും കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി, നല്ല മെലിച്ചിൽ, ഇതൊക്കെയാണ് സാധാരണ ഈ തൈറോയിഡ് ഹോർമോൺ കൂടിയാലുള്ള ലക്ഷണങ്ങൾ. അതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഈ ഹൈപ്പർ തൈറോയിഡിസം ആക്ച്വലി തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാൽ ഉണ്ടാകുന്നതിനേക്കാളും കുറവാണ്. താരതമ്യേന ഒരു 10% ആളുകൾക്കായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിന് നിങ്ങളിൽ മരുന്ന് കഴിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം വെച്ചാൽ ഈ തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാക്കാത്തത് കൊണ്ടുള്ള രോഗം. അതാണ് നിങ്ങളിൽ പല ആൾക്കാർക്കും ഞാൻ കണ്ടത്. അവരൊക്കെ പല രീതിയിലുള്ള ഡോസിൽ മരുന്ന് കഴിക്കുന്നുണ്ട്. 50 കഴിക്കുന്നവരുണ്ട്, 75, 100 കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തടി കൂടി വരിക. നമ്മൾ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ തടി കൂടി വരുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ നമ്മളെ തൊലിക്കൊക്കെ ചർമ്മത്തിനൊക്കെ ഒരു ഡ്രൈനെസ് വരിക. പിന്നെ വളരെ മുഖ്യമായിട്ടുള്ള ഒന്ന് കോൺസ്റ്റിപ്പേഷൻ. നമുക്കൊരു മലബന്ധം, നമുക്ക് ശരിക്കും വയറ്റുന്ന് പോകുന്നില്ല, ഡെയിലി പോകുന്നില്ല, 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേക്കേ പോകുന്നുള്ളൂ. പിന്നെ 4ാമത് അതിൻ്റെ ലക്ഷണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡൾനെസ്, ഒന്നിനും ഒരു ഉത്സാഹമില്ല, ഒരു ഉണർവില്ല, ഒരു ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന പോലെയുള്ള ഒരു ഡൾനെസ് എന്ന് പറയില്ലേ അത്. പിന്നെ വെയിറ്റ് കൂടുന്നത്, പിന്നെ വിശപ്പ് അത്ര തീരെയില്ല, വയറ്റുന്ന് പോകുന്നില്ല, വെയിറ്റ് ഇങ്ങനെ കൂടി വരുന്നു, ഒന്നിനും ഒരു ഉത്സാഹമില്ല, നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചിങ്ങനെ ഡ്രൈ ആയി പോവുക, ഇതൊക്കെയാണ്. പിന്നെ ഈവൻ ശബ്ദത്തിന് വരെ മാറ്റം വരും. നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോയി തൈറോയിഡ് ഹോർമോൺ തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒച്ചയുള്ള ഒരു സൗണ്ടൊക്കെ ആയിട്ട് ഒരു ഹോസ്നെസ് ഓഫ് വോയിസ് എന്ന് പറയും, ഈ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാലുള്ള ലക്ഷണങ്ങൾ. പിന്നെ അതുകൂടാതെ മസിൽ ക്രാംസ് വരും. തൈറോയിഡിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മസിൽ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോണുള്ള ആളുകളും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോർമോൺ ഇപ്പോൾ കൂടുതലാണോ, നമ്മൾ കഴിക്കുന്ന മരുന്ന് കുറവാണോ എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വൺസ് അത് ഡയഗ്നോസ് ചെയ്തതാണെങ്കിൽ 3 മാസത്തിൽ പറ്റിയില്ലെങ്കിൽ 6 മാസത്തിലെങ്കിലും ഒരിക്കൽ നിങ്ങൾ TSH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. ലാബിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ ലാബിന് ഓരോരോ വാല്യൂ ഉണ്ട്. സാധാരണ 5ന്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഹോർമോൺ കുറവാണ് എന്നുള്ളതും 1ന്റെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോർമോൺ കൂടുതലാണോ എന്നുള്ളതാണ്. അപ്പോൾ 5ന്റെ മുകളിൽ TSH പോവുകയാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടതുണ്ട്. തൈറോയ്ഡ് ഹോർമോൺ എടുക്കണം. 1ന്റെ താഴേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ അധികം ഉൽപ്പാദനം ചെയ്യുന്നതാണ്, അതിനെ കുറയ്ക്കാനുള്ള മരുന്നും കഴിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.